കാണം വിറ്റും ഓണം ഉണ്ണുന്ന കേരളം. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കേരളം ഔദ്യോഗികമായി ഇത്തവണ ഓണം ആഘോഷിക്കുന്നില്ല. എന്നുവെച്ച് ചെലവിന് കുറവുമില്ല. ആഘോഷം വേണ്ടെന്ന് വെച്ചതിനാൽ വരവും കുറയും. ആഘോഷം ഇല്ലാതിരുന്നിട്ടും ഇത്തവണ ഓണക്കാല ചെലവ് 15,000 കോടിയോട് അടുക്കുന്നുവെന്നതാണ് വസ്തുത. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഈ ചിലവ്. അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞാൽ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിൽ ആകാതിരിക്കാൻ 1,500 കോടി കൂടി കടമെടുക്കാൻ സംസ്ഥാനം തീരുമാനിച്ചു. ഇതെടുത്താൽ ഇതുവരെ കേന്ദ്രം അനുവദിച്ച കണക്കിൽ ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് 1,200 കോടിയാണ്. 1,500 കോടി കടമെടുക്കാനുള്ള കടപ്പത്രങ്ങളുടെ ലേലം 17-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ആസ്ഥാനത്ത് നടക്കും. 23 വർഷത്തേക്കാണ് കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചത്. അതായത് മുൻപോട്ടുള്ള പോക്ക് വലിയ പ്രതിസന്ധിയിലാണ്. കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ ഓണം കഴിയുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം പോലും പ്രതിസന്ധിയിലാകും. പതിവ് ശമ്പളവും പെൻഷനും ഒഴികെ ഓണക്കാലത്ത് ആനുകൂല്യങ്ങളും കുടിശ്ശികകളും ക്ഷേമ പെൻഷനും നൽകാൻ ഏകദേശം 15,000 കോടി വേണ്ടി വന്നുവെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. ശമ്പളവും പെൻഷനും കൂടി ചേർത്താൽ ഇത് 20,000 കോടിക്ക് അടുത്തെത്തും. ഡിസംബർ വരെയുള്ള 9 മാസത്തേക്ക് 21,253 കോടിയാണ് ആദ്യം കേന്ദ്രം അനുവദിച്ചത്. ഇതിൽ ഭൂരിഭാഗവും ആദ്യ 5 മാസത്തിനുള്ളിൽ കേരളം എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. വായ്പാ പരിധി തീരുമ്പോൾ കേരളം തുക കൂട്ടുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. അനുവദിച്ച നിലവിലെ അപര്യാപ്തമാണെന്ന് സംസ്ഥാനം അറിയിച്ചിരുന്നു. ട്രഷറിയിലെ PF നിക്ഷേപം ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൗണ്ടിലെ വരവ് തെറ്റായി കണക്കാക്കിയതാണ് കടം കുറയാൻ കാരണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി. ഇതോടെ 4,200 കോടി കൂടി അനുവദിച്ചു. ഇതിൽ 1,500 കോടി നേരത്തെ എടുത്തിരുന്നു. ഏതായാലും ഇനിയും കടമെടുക്കേണ്ട സാഹചര്യം തന്നെയാണ് കേരളത്തിന് മുന്നിലുള്ളത്. അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭയിലേക്കും വോട്ടെടുപ്പ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ളതൊന്നിലും സർക്കാരിന് വിട്ടുവീഴ്ചയ്ക്കും കഴിയില്ല. സാമ്പത്തിക പ്രതിസന്ധി അതിഗുരുതരമായി തുടരവേ വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. അനിവാര്യമില്ലാത്ത പദ്ധതികൾ ഒഴിവാക്കും. മുൻ വർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവെക്കുകയോ 25-30% വരെ അടങ്കൽ കുറയ്ക്കുകയോ ആണ് ചെയ്തിരുന്നത്. ഇത്രയും വെട്ടിക്കുറയ്ക്കാനും മാറ്റിവെക്കാനും തീരുമാനിക്കുന്നത് ആദ്യം. പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയും കുറച്ചെങ്കിലും നൽകാനാണ് ശ്രമം. വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയും നൽകും. ഇക്കാര്യം മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഈ ചെലവുകൾക്ക് വെട്ടിക്കുറയ്ക്കൽ ബാധകമാക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ 5 മാസം പിന്നിട്ടെങ്കിലും പണമില്ലാത്തതിനാൽ പദ്ധതി വിഹിതത്തിലെ ചെലവ് തീരെ കുറഞ്ഞിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.